വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാവട്ടെ. ഞാൻ രമേഷ് പി നായർ, മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞപ്ര എന്ന സ്ഥലത്തുള്ള ഒരു മനോഹരമായ ഒരു വീടാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 1570 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി നല്ല വീതിയിലുള്ള ഒരു വൈഡ് റോഡാണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ വീടിന് നല്ല ഒരു ചുറ്റുമതിലാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളും ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുള്ളത്. ഈ വീടിന് അതിമനോഹരമായിട്ടുള്ള ഒരു എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് LED ലൈറ്റുകൾ കൊടുത്ത് ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാൽ മുറ്റം ടൈൽ പാകി അതിമനോഹരമാക്കിയിട്ടുള്ളതും മുറ്റത്ത് ഒരു ഭാഗത്തായി കവേർഡ് ചെയ്ത ഒരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊരു വലിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന മനോഹരമായ ഒരു കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. കാർ പോർച്ചിന് തൊട്ടരികിലായി തന്നെ ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായി പ്രത്യേകം കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ അലക്കുകല്ലും മറ്റും കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി തോട്ടത്തിനും മറ്റും ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. വീടിൻ്റെ മുൻഭാഗത്ത് വളരെ വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ മുറ്റത്ത് 1-2 വാഹനങ്ങൾക്ക് കൂടി പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മുറ്റമാണ് ഇവിടെ ലഭിക്കുന്നത്. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ തൂണുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായി ഒരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി നല്ലൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. വീടിൻ്റെ മനോഹരമായ കിച്ചൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയയും മുകളിലും താഴെയുമായി ധാരാളം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. ഗ്രാനൈറ്റിൽ L ഷേപ്പിലുള്ള ഒരു കിച്ചൺ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നാൽ ഇവിടെ പുകയില്ലാത്ത അടുപ്പുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ളതും
സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ അതിനടിയിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ ഇവിടെയായി ഒരു അപ്പർ ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് ഒന്നാമത്തെ ബെഡ്റൂം, അതായത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. അപ്പർ ലിവിങ് ഏരിയയിൽ ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായ ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിനടിയിൽ ടഫൻ ഗ്ലാസ് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ റോഡും മറ്റു വീടുകളും പ്രകൃതി സൗന്ദര്യവും എല്ലാം ആസ്വദിക്കാവുന്നതാണ്. ഇവിടെയായി ഒരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. വളരെ വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വേണമെങ്കിൽ ഇവിടെ ഷീറ്റ് വർക്കുകൾ ചെയ്താൽ ഒരു യൂട്ടിലിറ്റി ഏരിയയാക്കി ഇത് മാറ്റാവുന്നതുമാണ്. ഇവിടെ നിന്നും മുകളിലേക്ക് പോകുന്നതിനായി സ്റ്റെപ്പുകൾ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 200 മീറ്ററും അങ്കമാലിയിലേക്ക് 9 കിലോമീറ്ററും കാലടി മറ്റൂരിലേക്ക് വെറും 8 കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. മഞ്ഞപ്ര ടൗണിന് തൊട്ടടുത്താണെങ്കിലും വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വളരെ അടുത്തായി മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി തന്നെയുണ്ട്. ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് സെൻറ്റ് പാട്രിക്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള ദൂരം വെറും 12 കിലോമീറ്റർ മാത്രമാണ്. 8 കിലോമീറ്ററിനുള്ളിൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയും എഞ്ചിനീയറിംഗ് കോളേജും ശങ്കര കോളേജും എല്ലാം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും താമസത്തിനും ഇൻവെസ്റ്റ്മെൻറ്റിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ അങ്കമാലി മഞ്ഞപ്ര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് 5 സെൻറ്റ് സ്ഥലത്ത് 1570 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോടുകൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.